എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചായക്കടി ഉണ്ടാക്കാൻ പോകുന്നത് ചായക്ക് ഒരു കടി 4 മുട്ട എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പഞ്ചസാരയും 4-5 ഏലക്കായും 5-6 ഉണ്ട്. കുഞ്ഞ് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു ചായക്കടി എന്ന് പറയാം. ഇട്ട് കൊടുക്കാം പഞ്ചസാര. മൈദമാവാണ് ഉണ്ടാകുന്നത്. മൈദമാവ് റവ. നല്ല നമുക്ക് അടിച്ചു കൊടുക്കാം. 4 മുട്ട എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഏലക്കായി മുട്ടയും കൂടി ഉണ്ടാകുന്നു. അടിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുന്നുണ്ട്. നമ്മുടെ സോഡാപ്പൊടി മാവിലൊക്കെ ഇടില്ലേ, അതൊരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് കലക്കി കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചെറിയൊരു 150 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുക്കാം. പകുതി. നല്ല നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു ലേശം നെയ്യ് ഇടണം. ഒരു സ്പൂണ് നെയ്യ് വെച്ചേക്കാം. ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് ഒരു 1.5 സ്പൂൺ വെച്ചിട്ടുണ്ട്. അങ്ങനെയായി. നമുക്ക് മൈദമാവ് ഇട്ടേക്കാം. മൈദമാവ് ഒരു 1/4 കിലോയുടെ അടുത്തുണ്ട്. 200 ഗ്രാം ഉണ്ട്. ഇട്ട് കൊടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ പാകത്തിനാവണം. എന്താവും അത് നോക്കാം. നമുക്ക് ചപ്പാത്തിക്ക് എങ്ങനെ കുഴയ്ക്കും അതേ പാകം. ഒരു മണിക്കൂർ ഒന്ന് നമുക്കിത് നല്ല കുഴച്ചെടുത്ത് വയ്ക്കണം. 1 മണിക്കൂർ. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ട കേക്ക് എന്നും പറയാം. വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒഴിക്കാണ്ട് നമുക്കതിനെ കുഴച്ചിടണം. കറക്റ്റായി. നല്ല പുതർന്ന് വരുമ്പോഴേക്കും
നല്ല പാകമാവും. അപ്പോൾ നമുക്ക് ഇരിക്കട്ടെ, അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല അടച്ച് കൊടുക്കാം. അടച്ച് നമ്മുടെ മുട്ടയും റവയും മൈദയും ഒക്കെ സെറ്റായി വരട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. നമുക്ക് നല്ല അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മണിക്കൂറാവട്ടെ, നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മാവ് സെറ്റായി. ഒരു മണിക്കൂറായി. ഒരു മണിക്കൂർ കഴിഞ്ഞ് വെച്ചിട്ട് മാവ് സെറ്റായി. നമുക്ക് നോക്കാം. നല്ല കുറച്ച് ലൂസാ തോന്നിയ ഉടനെ നമ്മുടെ മൈദമാവിനെ കുറച്ചിട്ടിട്ട് നല്ല ടൈറ്റാക്കിയാൽ മതി, പേടിക്കാനൊന്നുമില്ല. കുറച്ച് വെച്ചാണ്. കുറച്ച് മൈദപ്പൊടി ഇട്ട് വെക്കാം. മൈദപ്പൊടിയാണ്. നല്ലോണം ഒന്നും കൂടി മിക്സാക്കാം. എണ്ണ വെച്ചിട്ടുണ്ട്, ഓയിൽ. നമ്മുടെ അങ്ങനെ മൈദ കേക്കാണ്. മൈദ കേക്ക്, മൈദയും മുട്ടയും കൂടെ ഒരു കേക്കാണ്. നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. കുടി പിടിക്കാം. നമ്മുടെ റവയും മുട്ടയും മൈദയും ഒക്കെ സെറ്റായി വന്നു. പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഏലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടോ? നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. വല്ലാണ്ട് കനം വേണ്ട, എന്നാൽ തിക്നെസ് വേണേ കനം. അങ്ങനെ ഷേപ്പാക്കി കൊടുക്കണം. നമുക്ക് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. സോഫ്റ്റായിട്ടുള്ള ഒരു മാവാണ്. മുറിച്ച് കൊടുക്കാം. ഉപ്പാക്കിയിട്ട് സമം ആക്കിയിട്ട് നേരെ മുറിച്ച് കൊടുക്കാം. പീസാക്കി എടുക്കാം. എത്ര വലിപ്പം വേണം? മാറ്റി കൊടുക്കാം. ഒരേ അളവ് കൊണ്ട് അങ്ങനെ ആക്കാം. വലുതാക്കാൻ വെച്ചാൽ വലുതാക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുറിച്ചെടുക്കാം.
എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട്. ടെൻഷൻ അടിക്കാണ്ട് ഒരു ടെൻഷൻ വേണ്ട. മീഡിയം, നല്ല പാടില്ല ചൂട്. മീഡിയം വലുപ്പത്തിൽ നമുക്ക് നമ്മുടെ കേക്കിനെ വറുത്ത് കോരണം. നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, സിമ്മിലിടണം. കണ്ടോ? നമുക്ക് വറുത്ത് പോരാം. നമുക്ക് തിരിച്ചിടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെ നല്ല മഞ്ഞ കളറായിട്ടുണ്ടാവും. അത് മറന്നുപോയി, പിന്നെ ഓർത്ത് പോയത്. നമ്മുടെ കേക്ക് നല്ല പന്ത് പോലെ വന്നു. കണ്ടോ കളറ്? സിമ്മിലിടണം, ഒരുപാട് തീ കൂട്ടിയിടാൻ പാടില്ല. മീഡിയം തീയിലിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വറുത്ത് പോരാം. എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ കളറ്? ഇനി നമുക്ക് എല്ലാം ഇതേമാതിരി നമുക്ക് വറുത്ത് കോരാം. എല്ലാം ഇങ്ങനെ വറുത്ത് കോരാം. കണ്ടോ? വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത്ര സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റി. ലാസ്റ്റാണിത്.
കണ്ടോ, അടിപൊളി ടേസ്റ്റാണിതാ, അടിപൊളി ടേസ്റ്റിലുള്ളതാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം മിക്സ് ആക്കി വെക്കുക, 1 മണിക്കൂറായിട്ട് ഉണ്ടാക്കിയാൽ മതി. അടിപൊളി, എന്താ ഗ്ലാമർ, കാണുമ്പോഴേ ഗ്ലാമറാ. അതേമാതിരി ടേസ്റ്റും. മധുരമൊക്കെ നമുക്ക് കുറച്ച് കൂട്ടും കുറയ്ക്കുക ചെയ്യുക. ഇത്തിരി കൂടുതൽ വന്നിടാം. ഞാൻ കമ്മിയാക്കി മധുരം ഇട്ടിട്ടുള്ളൂ, ലൈറ്റായിട്ട്. അപ്പോൾ വേണമെങ്കിൽ കൂട്ടാം, നമ്മൾ കുറയ്ക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് എടുത്ത് വെച്ച് കഴിക്കുക. ഒരാഴ്ച വരെ 2 ആഴ്ചയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുക, കേടൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാത്തവരൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കേക്ക്, മുട്ട കേക്ക്. പൊടി ഇത് മൈദപ്പൊടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ തിരിച്ച് പറയാം. എണ്ണയൊന്നും കുടിക്കില്ല, എണ്ണ ഒഴിച്ച എണ്ണ അങ്ങനെയുണ്ട്, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.